ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ചപ്പാത്തി വെച്ചിട്ടുള്ളൊരു കിടിലം ഐറ്റമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കുക്ക് ചെയ്തിട്ട് ചപ്പാത്തി ഒരു 3 ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യമായിട്ടുള്ള സബോള ഒരു 2 എടുത്തിട്ടുണ്ട്, തക്കാളി 2, പിന്നെ ഒരു പച്ചമുളകും, പിന്നെ വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി അതൊക്കെ കൂടി ചതച്ചെടുത്തത് കുറച്ച് കൂട്ടാം. അപ്പോൾ ഒരു 3 ചപ്പാത്തിയാണ് എടുത്തേക്കണത്. അതിൻ്റെ അതിലേക്കുള്ള അളവുകളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞേക്കണത് കേട്ടോ. നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് 2 മുട്ട എടുക്കുക. മുട്ട എടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഈ മുട്ട മിക്സ് ചെയ്ത് വെച്ചേക്കണത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൊത്തി പൊരിച്ചെടുക്കാമെന്ന് പറയില്ലേ, അതേപോലെ അതായത് ചിക്കി പൊരിച്ച്, അങ്ങനെ പല ഭാഷകളുണ്ടല്ലോ. അപ്പോൾ നമ്മളിവിടെ കൊത്തിപ്പൊരി എന്ന് പറയാണ്. അപ്പോൾ കൊത്തി പൊരിച്ചിട്ട് നന്നായിട്ട് എടുക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടാതെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൊക്കെ ഒന്ന് ചെയ്തോളൂ. 3 ചപ്പാത്തി ആയതുകൊണ്ടാണ് ഞാൻ ഈ അളവുകളൊക്കെ കുറച്ചെടുത്തേക്കണത് കേട്ടോ. ചപ്പാത്തിയുടെ എണ്ണം കൂടുതലുള്ളവർ അതനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ മുട്ട കൊത്തി പൊരിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കണത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചില്ലേ, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, അതും പിന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ തക്കാളിയാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എരിഞ്ഞതാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ട് നമുക്ക് പാകമായിട്ട് കിട്ടണം. ഇതേപോലെ നന്നായിട്ട് തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടണം കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഞാൻ 1/2 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മളിതിലേക്ക് അവസാനമായിട്ടാണ് നമ്മൾ സവോള ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ സവോള അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചപ്പാത്തിയിൽ ഇത് മിക്സ് ചെയ്യുമ്പോൾ സവോള നന്നായിട്ട് കടിക്കാൻ കിട്ടണം. അപ്പോൾ സവോള ആദ്യം ചേർക്കുകയാണെങ്കിൽ അതൊക്കെ നന്നായിട്ട് ഉടഞ്ഞു പോവില്ലേ. അപ്പോൾ അത് വരാണ്ടിരിക്കാനാണ് ഞാൻ അവസാനം ചേർത്തേക്കണേ. അപ്പോൾ സവോള ഇട്ട് കൊടുത്തിട്ട് അത് വല്ലാണ്ട് അങ്ങോട്ട് വേവിച്ചെടുക്കണ്ട. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഒരു വഴറ്റിയെടുത്താൽ മതി, വല്ലാണ്ട് വെന്ത് പോകണ്ട. അപ്പോൾ നമ്മൾ ചപ്പാത്തി കഴിക്കുമ്പോൾ അതിലിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. സവോള ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അതിന് ശേഷം നമ്മളതിലേക്ക് കൊത്തി പൊരിച്ച് മാറ്റി വെച്ചേക്കണ മുട്ട ചേർത്ത് കൊടുക്കുക. അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മുട്ട ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലാണ് ആ മുട്ടയിലേക്ക് അതിൻ്റെ മസാലകളും എല്ലാ എരിവും ഉപ്പൊക്കെ ചേർന്നിട്ട് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചേക്കണ ചപ്പാത്തിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചപ്പാത്തി ഞാൻ ചെറുതാക്കിയിട്ട് നീളത്തിലാണ് അരിഞ്ഞെടുത്തേക്കണത്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആ മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് മിക്സ് ചെയ്യണ നേരം മതി, വേറെ കുക്കിങ്ങൊന്നും ആവശ്യമില്ല. അതൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അതിലേക്കൊക്കെ ഒന്ന് പിടിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും. നമ്മളെന്നും ചപ്പാത്തി കഴിക്കണവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. സോസൊക്കെ കൂട്ടി കഴിക്കാൻ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും.
അപ്പോൾ എന്നും ചപ്പാത്തി കഴിച്ച് മടുക്കണ്ട, ഇങ്ങനെ ഒരു ഐറ്റം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.